കാത്തിരിക്കേണ്ടതുണ്ടോ? നോൺ വെജ് ഭക്ഷണങ്ങൾ കൊടുക്കുമ്പോൾ കുഞ്ഞിന് അലർജി ഉണ്ടാകുമോ, ദഹന പ്രശ്നങ്ങൾ ഉണ്ടാകുമോ, കിഡ്നി തകരാറുകൾ ഉണ്ടാകുമോ എന്നൊക്കെയാണ് ചോദ്യങ്ങൾ. ലോകാരോഗ്യ സംഘടനയും ശിശുരോഗ വിദഗ്ധരും പറയുന്നത് 6 മാസം വരെ അമ്മയുടെ മുലപ്പാൽ മാത്രം. 6 മാസത്തിന് ശേഷം മുലപ്പാലിനോടൊപ്പം കോംപ്ലിമെന്ററി ഫീഡിങ്ങും തുടങ്ങണം. അപ്പോൾ തന്നെ കുഞ്ഞ് തയ്യാറാണെങ്കിൽ മുട്ട, മീൻ, ചിക്കൻ പോലുള്ള നോൺ വെജ് ഭക്ഷണങ്ങളും സുരക്ഷിതമായി തുടങ്ങാം. 1 വയസ്സ് വരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. 6 മാസത്തിന് ശേഷം കുട്ടിയുടെ വളർച്ച വളരെ വേഗത്തിലായിരിക്കും. 6 മാസത്തിന് ശേഷം മുലപ്പാൽ വളരെ പ്രധാനമാണെങ്കിൽ കുഞ്ഞിന്റെ എല്ലാ പോഷക ആവശ്യങ്ങളും നിറവേറ്റാൻ മുലപ്പാൽ കൊണ്ട് മാത്രം കഴിയില്ല. പ്രത്യേകിച്ച് ഇരുമ്പ്, സിങ്ക്, ഉയർന്ന നിലവാരമുള്ള പ്രോട്ടീൻ, ഒമേഗ 3 കൊഴുപ്പ്, വിറ്റമിൻ B12 പോലെ ഈ പോഷകങ്ങൾ ശരീരത്തിന്റെയും തലച്ചോറിന്റെയും വളർച്ചയ്ക്ക് വളരെയധികം ആവശ്യമാണ്. ആദ്യം എങ്ങനെ തുടങ്ങാം? ഒരു സമയം ഒരു ഭക്ഷണം മാത്രം പരിചയപ്പെടുത്തുക. ഉദാഹരണത്തിന് നന്നായി വേവിച്ചുടച്ച മുട്ടയുടെ മഞ്ഞയിൽ നിന്ന് തുടങ്ങാം. ഇതിനോട് കുഞ്ഞ് അലർജിയൊന്നും കാണിക്കുന്നില്ലെങ്കിൽ മുട്ടയുടെ മഞ്ഞയും വെള്ളയും നന്നായി വേവിച്ചുടച്ച് കൊടുക്കാവുന്നതാണ്. നന്നായി വേവിച്ച മീൻ മുള്ളു പൂർണ്ണമായി മാറ്റി ഉടച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നന്നായി വേവിച്ച ചിക്കൻ പേസ്റ്റ് രൂപത്തിലോ നൂൽ രൂപത്തിലോ പൊടിച്ച് കൊടുക്കാവുന്നതാണ്. ആദ്യത്തെ ദിവസം ഒരു ചെറിയ സ്പൂൺ, പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ അളവ് കൂട്ടിക്കൊണ്ടുവരാം. ഒരു പുതിയ ഭക്ഷണം തുടങ്ങിയാൽ ഏകദേശം 2 മുതൽ 3 ദിവസം വരെ അതേ ഭക്ഷണം തുടരുക. 2-3 ദിവസത്തിന് ശേഷം അടുത്ത പുതിയ ഭക്ഷണം പരിചയപ്പെടുത്താവുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തെങ്കിലും അലർജി വന്നാൽ കാരണം കണ്ടെത്താൻ എളുപ്പമാകും. മുട്ടയും മീനും അലർജി ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഭക്ഷണങ്ങളാണ്. പക്ഷേ അലർജി വരുമെന്ന പേടിയിൽ ഇവ വൈകിപ്പിക്കേണ്ടതില്ല. വൈകി തുടങ്ങിയാൽ അലർജി വരില്ലെന്ന തെളിവുകളുമില്ല. നോൺ വെജ് ഭക്ഷണത്തിന് ശേഷം ഇതിലെ ഏതെങ്കിലും ലക്ഷണങ്ങൾ കുഞ്ഞ് കാണിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ ഒരു ഡോക്ടറെ സമീപിക്കുക. വേവിക്കാത്തതോ പകുതി വേവിച്ചതോ ആയ മുട്ടയോ മീനോ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കരുത്. അധിക മസാലകളും എരിവും ചേർക്കരുത്. മീനിലെ മുള്ള് പൂർണ്ണമായി നീക്കം ചെയ്യണം. ചെറിയ അസ്ഥികളൊന്നും ബാക്കി വെക്കരുത്. കുഞ്ഞിനെ കിടത്തി ഭക്ഷണം കൊടുക്കരുത്. ഭക്ഷണം കഴിക്കുമ്പോൾ കുഞ്ഞിന്റെ കൂടെ മുതിർന്ന ഒരാളും കൂടെ ഉണ്ടായിരിക്കണം.